Welcome to Paris. അതെ, പാരീസ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ സിറ്റി ഓൺ മാപ്പ്. ഇറ്റ്സ് എ ഡ്രീം പീപ്പിൾ വെർ ചേസിങ് ഫോർ സെഞ്ച്വറീസ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ആഫ്രിക്ക ഏതാ, അമേരിക്ക ഏതാ, യൂറോപ്പ് ഏതാ എന്നറിയാൻ മേലാത്ത കാലത്ത് പോലും എൻ്റെ തലയിലൊക്കെ ഉണ്ടായിരുന്ന പേരാണ് പാരീസ്. അതെന്തുകൊണ്ടാണ്? അതിതുകൊണ്ടാണ്. അത് ഭയങ്കര ഭംഗിയെ കാണാൻ. Welcome to Paris. We have reached Paris. Yes. നീ എന്താ പരിപാടി? We are going to first baggage drop, then eat somewhere, and then we will go straight എന്ത് കഴിക്കാനാ? McDonald's. ഇന്ന് മക്തിയാണോ പ്ലാനില്? McDonald's. And then we will go straight to the highest and most famous tourist destination in all of Paris, the Eiffel Tower. പിള്ളേർ പറഞ്ഞു കേട്ടല്ലോ, ഐഫിൽ ടവർ അങ്ങനെ പറയണമെന്നാണ് കുട്ടികൾ പറഞ്ഞത്. എന്താണെങ്കിലും ഞങ്ങൾ ഇതേ മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മുടെ ലഗേജ് ഒക്കെ കൊണ്ട് നമ്മൾ ആദ്യം മെയിൻ സ്റ്റേഷനായ ഗാർ ദു ലിയോണിൽ കൊണ്ടുവെക്കണം. അപ്പോൾ ഈ മെട്രോ പാരീസിൻ്റെ മെട്രോ ഒരു അടിപൊളി സംഭവമാണ്. അതിൽ കണക്ടിവിറ്റി ആകട്ടെ, നമുക്ക് ഒരു കൺഫ്യൂഷൻസും ഇല്ലാതെ പെട്ടെന്ന് ഷഡൗട്ടേന്ന് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് ലഗേജൊക്കെ കൊണ്ടുവരെ വെച്ചിട്ട് നമ്മൾ മെട്രോ എടുത്ത് പാരീസിൻ്റെ ഈഫിൽ ടവറിൻ്റെ അടുത്തുള്ള ഒരു മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. അവിടെ വന്ന് ഇറങ്ങിയപ്പം ഞാനിങ്ങനെ അന്ന് കുട്ടികളോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ നോക്കി കുറേ ചെകഞ്ഞെടുത്ത് വെച്ച് കുറച്ച് സ്റ്റോറീസൊക്കെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കായിരുന്നു. ഇങ്ങനെ ഇതെപ്പോൾ ഉണ്ടാക്കി, ഈഫിൽ ടവർ എന്തിനു വേണ്ടി ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ 100ാം വാർഷികത്തിനന്ന് ഫ്രഞ്ച് ഗവൺമെൻറ് ഒരു ഗോപുരം സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയും അത് ഗുസ്താവ് ഈഫിളിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്ത്, ഗുസ്താവ് ഈഫിൾ എന്ന് പറഞ്ഞ ആളുടെ ഡിസൈനാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന. എനിക്കിത് എപ്പോൾ കണ്ടാലും ഗൂസ് ബംസ് വരുന്ന ഒരു അടിപൊളി ആർക്കിടെക്ചർ അങ്ങനെ ആർക്കിടെക്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കേട്ടോ. എന്താണെങ്കിലും അതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ ഇവരോട് പറയുമായിരുന്നു ഇങ്ങനെ ഇത് 2 വർഷം കൊണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. 2 വർഷം കൊണ്ട് തന്നെ 1889 തന്നെ മാർച്ച് 31 തോന്നുന്നു ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ്. പക്ഷേ ഇത് 20 years കഴിയുമ്പം ഇത് പൊളിച്ച് കളയും എന്ന് ആദ്യമേ സർക്കാർ ഗുസ്താവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് 20 years വേണ്ടി മാത്രം ആണിത് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷേ ഇത് പൊളിച്ച് കളയാൻ അടുക്കും തോറും ഗുസ്താവിന് ഭയങ്കര, ഓഫ് കോഴ്സ് ആൾക്ക് അത്ര വിഷമമുണ്ടാവില്ല. അയാളുടെ സൃഷ്ടി ഇടിച്ചു പൊളിച്ച് കളയുന്നതൊന്ന് ചിന്തിക്കാൻ കൂടി പറ്റുന്നുണ്ടാവില്ലല്ലോ. അതും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം കാരണം എന്താ വെച്ചാൽ അന്ന് പാരീസുകാർക്ക് ആർക്കും ഈ പണി കഴിഞ്ഞപ്പോൾ ഈ ടവറിനോട് ഇപ്പോൾ ഉള്ള ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അന്ന് അവിടുത്തെ വലിയ വലിയ കലാകാരന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഭീമാകാരമായ ഒരു ഇരുമ്പ് രാക്ഷസൻ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഇരുമ്പ് കൂമ്പാരം, അല്ലാതെ നത്തിങ് മോർ എന്നാണ് അന്നത്തെ ആറ്റിറ്റ്യൂഡ് ആൾക്കാരുടെ. പക്ഷേ ഗുസ്താവ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടിട്ട് സ്വന്തം പൈസ മുടക്കി അതിൻ്റെ മുകളിൽ ആൻറ്റിന വെച്ചു. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിന് മനസ്സിലായി റേഡിയോ കമ്മ്യൂണിക്കേഷനും അതിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആകും, കാരണം നല്ല ഹൈറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ അത് ഗവൺമെൻറ് തീരുമാനിച്ചു ഇനി പൊളിക്കുന്നില്ല എന്ന്. അതൊരു 1.5 ഡിസിഷനായിരുന്നു അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതെങ്ങാനും പൊളിച്ച് കളഞ്ഞിരുന്നെങ്കിലോ നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല, പിക്ചേഴ്സിൽ മാത്രം കണ്ട് കൊതി തീർക്കേണ്ടി വന്നേനെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ പോയാലും അവിടെ ഉണ്ട്. അത് എനിക്ക് കാണാൻ പറ്റി, എൻ്റെ അച്ഛന് കാണാൻ പറ്റി, എൻ്റെ മോന് കാണാൻ പറ്റി, ആദിക്ക് കാണാൻ പറ്റി, അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റട്ടെ. കാരണം എല്ലാവർക്കും കാണാൻ മാത്രം ഉണ്ടത്. അതിൻ്റെ ആർക്കിടെക്ചർ, എഗെയിൻ ഞാൻ പറയുന്ന ആർക്കിടെക്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന, അത് കണ്ടാൽ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് വാ തുറന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഞങ്ങൾ ഈഫിൽ ടവർ എല്ലാം കണ്ട് അവസാനം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെട്ടിയെടുക്കാൻ നോക്കിയപ്പോൾ അവിടെ ആരോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഫുള്ള് പ്രശ്നം. അങ്ങനെ ഞങ്ങൾ തെണ്ടി അവസാനം പിള്ളേർ 2 പേരും മടുത്തു. എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട് പോലും. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ബൈ ബൈ. നാളെ ഡിസ്നിലാൻഡ്. ബൈ.